പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 41 എന്ന ബിഗസ്റ്റ് ഷോയെ സംബന്ധിച്ചാണ്. റസൽമേനിയ 41 സംബന്ധിച്ച് പല കൂട്ടുകാർക്കും ഇപ്പോഴും സംശയമുള്ളത് റസൽമേനിയ 41 എങ്ങനെ ഫ്രീ ആയിട്ട് ലൈവായി കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. TV ടെലികാസ്റ്റ് ഇന്ത്യയിൽ നിർത്തിയതിൻ്റെ കാരണം ഇപ്പോഴും പല കൂട്ടുകാർക്കും മനസ്സിലായിട്ടില്ല. സോണി സ്പോർട്സുമായിട്ടുള്ള WWE 20 വർഷത്തിലധികമുള്ള ഡീല് അവസാനിച്ചതുകൊണ്ടാണ് TV ടെലികാസ്റ്റ് നിർത്തിയത്. അപ്പോൾ WWE ഷോസ് നിലവിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ സ്ട്രീം ചെയ്യപ്പെടുന്നത്. WWE ഷോസ് നെറ്റ്ഫ്ലിക്സിലായതുകൊണ്ട് തന്നെ റസൽമേനിയയും നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നെറ്റ്ഫ്ലിക്സിൻ്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഏറ്റവും കുറഞ്ഞ പ്ലാൻ 149 ആണ്. അപ്പോൾ ആ ഒരു മന്ത്ലി പ്ലാൻ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് ഷോ എങ്ങനെ ലൈവായി കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഏക ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊഡിക്ഷൻ വീഡിയോയിലടക്കം പങ്കുവച്ച അതേ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെയാണ്. 800-ലധികം മെമ്പേഴ്സ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ നമുക്ക് വെബ്സൈറ്റുകളുടെ ലിങ്ക് വരും. അതിൽ ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് റസൽമേനിയ 41 അതുപോലെ തന്നെ വീക്ക്ലി എപ്പിസോഡ്സായ റോ, സ്മാക്ഡൗൺ, NXT അതുപോലെ തന്നെ മറ്റ് റെസ്ലിംഗ് കമ്പനികളുടെ ഷോസ് അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവരും റസൽമേനിയ 41 എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ള ഒരു സംശയത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെയും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റസൽമേനിയ 41 ഇനി എങ്ങനെ ലൈവായി കാണാൻ സാധിക്കും എന്നുള്ള ഒരു സംശയം ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പാടില്ല. ഇപ്പോഴും കുറേയധികം കൂട്ടുകാർ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നത്. ഇനി റസൽമേനിയ 41 സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ചില സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരം. റസൽമേനിയ 41 ആദ്യ ദിവസം അത് ഈ ഞായറാഴ്ചയാണ് നടക്കുന്നത്. പുലർച്ചെ 4:30 മുതലാണ് ഷോ ആരംഭിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 7 മത്സരങ്ങൾ ഇപ്പോൾ തന്നെ ആദ്യ ദിവസത്തിൽ നടക്കുമെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യ മത്സരം റസൽമേനിയ 41 ആദ്യ ദിവസത്തിലെ ആദ്യ മത്സരം എന്ന് പറയുന്നത് റസൽമേനിയ ആരംഭിക്കുന്ന മത്സരം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ഗുന്തർ ജെ ഊസോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. രണ്ടാമത്തെ ദിവസം അതായത് തിങ്കളാഴ്ച പുലർച്ചെ 4:30 മുതൽ ആരംഭിക്കുന്ന റസൽമേനിയ 41 രണ്ടാമത്തെ ദിവസത്തിലെ ആദ്യ മത്സരം അത് ഇയോ സ്കൈ ആ താരത്തിൻ്റെ കൈവശമുള്ള നിലവിലെ വേൾഡ് വുമൻസ് ടൈറ്റിൽ അത് ബിയാങ്ക ബെലേർ, റിയ റിപ്ലി തുടങ്ങിയവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തോട് കൂടിയിട്ടായിരിക്കും ആരംഭിക്കുക. അപ്പോൾ ഈ രണ്ട് മത്സരങ്ങൾ ഈ രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ ഓപ്പണിംഗ് മാച്ചായിട്ട് നടക്കുമെന്നുള്ളതും ഏകദേശം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് റാൻഡി ഓർട്ടൺ എന്ന സൂപ്പർ താരത്തിൻ്റെ മത്സരത്തെ സംബന്ധിച്ചാണ്. റാൻഡി ഓർട്ടന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് 100% ഉറപ്പായിരിക്കുന്നു. റാൻഡി ഓർട്ടൻ്റെ എതിരാളി ആരാണെന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അതിൽ റാൻഡി ഓർട്ടൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളത് WWE അനൗൺസ് ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു റൂമർ റിപ്പോർട്ട് റാൻഡി ഓർട്ടൺ റസൽമേനിയ 41 ഒരു ഓപ്പൺ ചലഞ്ച് വയ്ക്കും. അതിലൂടെയായിരിക്കും റാൻഡി ഓർട്ടൻ്റെ എതിരാളി ആരാണെന്ന് അവർ വെളിപ്പെടുത്തുകയുള്ളൂ. അതൊരു സർപ്രൈസ് എൻട്രി ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. റാൻഡി ഓർട്ടൻ്റെ ഓപ്പൺ ചലഞ്ചിന് ഇനിയിപ്പോൾ പുതുതായി വരുന്ന ഒരു റെസ്ലറാണോ അതോ നിലവിൽ ആക്റ്റീവായിട്ട് സ്മാക്ഡൗണിലുള്ള സോളോ സിക്കോവ പോലെയുള്ള റെസ്ലറാണോ ആൻസർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്കൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. എന്തായാലും റാൻഡി ഓർട്ടന് മത്സരം ലഭിച്ചില്ലെങ്കിൽ നിക്ക് ഓൾഡിസിനെ പിന്നെയും RKO ചെയ്യുമെന്നുള്ളതും പുതിയൊരു വീഡിയോയിൽ റാൻഡി ഓർട്ടൻ പറയുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ജോൺസിനയുടെ കരിയറിലെ ഏറ്റവും അവസാനത്തെ റസൽമേനിയ ഇവൻ്റാണ് ഈ വർഷത്തെ റസൽമേനിയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ ട്വിസ്റ്റ് ഈ ഒരു സ്റ്റോറി ലൈനിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതിന് പ്രകാരം റസൽമേനിയ 41 സാക്ഷാൽ ദ റോക്കിൻ്റെ അപ്പിയറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതും റസൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോക്കിൻ്റെ അപ്പിയറൻസ് ജോൺസിന കോഡി റോഡ്സ് മത്സരത്തിനോട് കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. റോക്കിനെ അവസാനമായി നമുക്ക് കാണാൻ സാധിച്ചത് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലായിരുന്നു. അന്നാണ് റോക്കിൻ്റെ കൂടെ ചേർന്ന് ജോൺസിന കോഡി റോഡ്സിനെ ആക്രമിച്ച് ഹീൽ ടേൺ സ്വീകരിക്കുന്നത്. അപ്പോൾ റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അമേരിക്കൻ റാപ്പറും അമേരിക്കനിലെ ഏറ്റവും ഫേമസ് സിംഗറുമായ ട്രാവിസ് സ്കോട്ടും റസൽമേനിയ 41 ഭാഗമായേക്കും. ട്രാവിസ് സ്കോട്ടും അന്ന് ജോൺസിന ഹീലായപ്പോൾ റോക്ക്, ജോൺസിന തുടങ്ങിയവരുടെ കൂടെ നിന്ന് കോഡി റോഡ്സിനെ ആക്രമിച്ച സെലിബ്രിറ്റികളിൽ ഒരാളാണ്. അപ്പോൾ ട്രാവിസ് സ്കോട്ടിൻ്റെ ഒരു അപ്പിയറൻസ് ദിവസങ്ങൾക്ക് മുൻപേ ട്രിപ്പിൾ എച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ മുൻപേ നൽകിയിട്ടുണ്ടായിരുന്നു. ട്രാവിസ് സ്കോട്ടിൻ്റെ മ്യൂസിക്കൊക്കെയാണ് അവർ ഈ റസൽമേനിയ 41 തീം സോങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാവിസ് സ്കോട്ട്, ദ റോക്ക് അവരൊക്കെ വരുന്നത് ജോൺസിന കോഡി റോഡ്സ് മത്സരത്തിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കാനും നല്ലൊരു സ്റ്റോറി ലൈൻ്റെ ട്വിസ്റ്റ് നമുക്ക് കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് ആണ് നമുക്ക് റസൽമേനിയ 41 സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള ലാസ്റ്റ് നിമിഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ്. ഇനി വരുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ടതുണ്ട്
ഉണ്ടെങ്കിൽ അതും അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.